ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് യൂണിറ്റ് ഇമ്പൾസ്. നമുക്കൊരു 5 പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 ആണ് നമുക്ക് കിട്ടാം. അതുപോലെ എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി മൈനസ് ടി 0 നമുക്ക് എന്ത് എഴുതാം? അവിടെ എക്സ് ഓഫ് ടി 0 ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി 0 എന്ന് എഴുതാം. തേർഡ് പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി മൈനസ് ടി 0 ഡി ടി. അതായത് മുമ്പ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് ടി 0 എന്ന് എഴുതാം. അതായത് ഇവിടെ ടിക്ക് പകരം അവിടെ ടി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഓഫ് ടിയിൽ എക്സ് ഓഫ് ടി 0 എന്നവിടെ കിട്ടും. ഇനി അതുപോലെ ഫോർത്ത് പ്രോപ്പർട്ടി ഡെൽ ഓഫ് എ ടി എന്ന് പറയുന്നത് എന്താണ്? 1/മോഡുലസ് എ ഡെൽ ഓഫ് ടി ആണ്. അടുത്തത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് എ ടി നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ 1/മോഡുലസ് എക്സ് ഓഫ് 0 എന്നാണ് അവിടെ വരാം. അതുപോലെ ലാസ്റ്റ് പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടു ഡെൽ ഓഫ് ടി മൈനസ് ടു ഡി ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ് നമുക്ക് അവിടെ കിട്ടും. ഇതാണ് അവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സ്ക്വയർ ഡെൽ ഓഫ് ടി മൈനസ് 10 ഡി ടി. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് ഇതൊരു പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ അതിന് റിലേറ്റഡ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി മൈനസ് ടി 0 ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി 0. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഉണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്താണ് നമുക്ക് ഇവിടെ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സ്ക്വയർ വന്നിട്ടുള്ളത്. ആൻഡ് ഡെൽ ഓഫ് ടി മൈനസ് ടി 0 എന്ന് പറയുമ്പോൾ ഇവിടെ ടി 0യുടെ സ്ഥാനത്തൂടെ നമുക്ക് 10 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സ്ക്വയർ ആൻഡ് ടി 0 എന്ന് പറയുന്നത് 10. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി അനുസരിച്ച് എന്തായിട്ട് മാറും? ഇവിടെ എക്സ് ഓഫ് ടി 0 ആയിട്ട് മാറും. അതായത് എക്സ് ഓഫ് ടി 0 എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് ഓഫ് ടി, അതായത് ടിക്ക് പകരം ടി 0 ഇട്ട് കൊടുക്കുക. അതായത് ടി 0 എന്ന് പറയുന്നത് 10 ആണല്ലോ, അത് ഇട്ട് കൊടുക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സ്ക്വയർ ഇതാണ്. അപ്പം അതിൽ ഈ ടിക്ക് പകരം നമ്മൾ ടി 0 അതായത് 10 ഇട്ട് കൊടുക്കാം. നമുക്ക് എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ആൽഫ ടി സ്ക്വയർ ടി 0 സ്ക്വയർ എന്ന് വരും. അതായത് ഇ റൈസ് ടു മൈനസ് ആൽഫ ഇൻറ്റു 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അല്ലേ? അവിടെ എത്ര വരും? ഇ റൈസ് ടു മൈനസ് 100 ആൽഫ എന്ന് നമുക്ക് അവിടെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി സ്ക്വയർ ഡെൽ ഓഫ് ടി മൈനസ് 3 ഡി ടി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്താണ് ടി സ്ക്വയർ വരുന്നത് ആൻഡ് ടി 0യുടെ സ്ഥാനത്താണ് 3. എക്സ് ഓഫ് ടി എഴുതി, അതുപോലെ ടി 0 എന്ന് പറയുന്നത് നമ്മൾ അവിടെ എടുത്ത് എഴുതി. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ടി സ്ക്വയർ ഡെൽ ഓഫ് ടി മൈനസ് 3 ഡി ടി ഈസ് ഈക്വൽ ടു ഈ എക്സ് ഓഫ് ടി അതിൽ നമ്മൾ ടി 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ടി 0 സ്ക്വയർ വരും. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 കിട്ടി. പിന്നെയാണ് അവിടെ ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി കോസ് ടി പ്ലസ് ഡെൽ ഓഫ് ടി മൈനസ് 1 ഇൻറ്റു സൈൻ ടി ഡി ടി. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ 2 ടേം ഉണ്ട്. അത് നമുക്ക് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്? മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി മൈനസ് ടി 0 ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി 0. അതായത് ഇതാണ് ടി 0 എന്ന് പറയുന്നത് അല്ലേ? അത് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കോസ് ടി ആണ് അല്ലേ? ഇവിടുത്തെ ടേമിൽ സൈൻ ടിയും. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി എഴുതി. അതായത് എക്സ് ഓഫ് ടി ആദ്യം വരാവുന്ന രീതിയിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് ടി ഡെൽ ഓഫ് ടിക്ക് പകരം ടി മൈനസ് 0 എന്നിട്ട് കൊടുത്തു. അവിടെ ഡെൽ ഓഫ് ടി മൈനസ് 0 പ്ലസ് സൈൻ ടി ഡെൽ ഓഫ് ടി മൈനസ് 1 ഡി ടി എന്ന് എഴുതി. ഇവിടെ ടി 0 എന്ന് പറയുന്നത് ഈ ഒരു ടേമിൻ്റെ 0യും ഇവിടെ 1 ആണ് വരുന്നത് ടി 0യുടെ വാല്യൂ അല്ലേ? അപ്പോൾ അത് രണ്ടും നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ 0 കോസ് ടിയിൽ ഇട്ട് കൊടുക്കണം, ഈ 1 സൈൻ ടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? കോസ് 0 പ്ലസ് സൈൻ 1 എന്ന് വരും. കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് സൈൻ 1 എന്നവിടെ ആൻസർ കിട്ടി.